നമസ്കാരം. പത്മരാജൻ സീരീസിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലോട്ട് ഹൃദ്യമായ സ്വാഗതം. 1985 പത്മരാജന്റെ തിരക്കഥയിൽ IV ശശി സംവിധാനം ചെയ്ത കരിമ്പിൻ പൂവിനക്കരെ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയെ പറ്റി പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു IV ശശി സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സബ് പ്ലോട്ടുകളും സബ് സ്റ്റോറീസ് ഒക്കെയാണ് പത്മരാജന്റെ സംഭാവനയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ നോക്കിയാൽ കംപ്ലീറ്റ് ഒരു IV ശശി സിനിമ അത്ര എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. പക്ഷേ സിനിമ ഗംഭീര സിനിമയാണ്. നമുക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ വരെ എന്ന് പറയുന്ന സിനിമ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതൊരു കംപ്ലീറ്റ് IV ശശി സിനിമയാണ്. എങ്കിൽ പോലും ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ കംപ്ലീറ്റ്ലി അങ്ങോട്ട് വർക്കൗട്ട് ആവാതെ പോയൊരു സിനിമയായോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പത്മരാജൻ തിരക്കഥ എഴുതി IV ശശി സംവിധാനം ചെയ്ത സിനിമയിൽ ആദ്യമായിട്ടാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് വരുന്ന ഒരു സിനിമ. ഈ സിനിമയിലെ ലീഡ് റോള് എന്ന് പറയുന്നത് മമ്മൂക്കയാണ്. ശിവൻ എന്ന കഥാപാത്രമാണ് മമ്മൂട്ടി ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര് ഭദ്രൻ. മോഹൻലാൽ ഈ സിനിമയിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. പിന്നെ ഉള്ളൊരു കഥാപാത്രം എന്ന് പറയുന്നത് ചെല്ലണ്ണൻ എന്നൊരു കഥാപാത്രമാണ്. അത് ചെയ്തിരിക്കുന്നത് ഭരത് ഗോപിയാണ്. അപ്പോൾ ഈ 3 പേര് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് സിനിമയിൽ വർക്ക് ചെയ്തേക്കുന്നത്. സിനിമയുടെ പ്ലോട്ട് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, കാരണം പ്ലോട്ട് എങ്ങനെ പറയണം എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷനാണ്. ചില സിനിമകൾ അങ്ങനെയാണല്ലോ. അതാണ് ഞാൻ മുന്നമേ പറഞ്ഞത്, IV ശശി സിനിമയായിട്ടാണ് എനിക്ക് കംപ്ലീറ്റ്ലി ഈ സിനിമ തോന്നിയിട്ടുള്ളത്. കാരണം ബേസിക് ആയിട്ടൊരു പ്ലോട്ട് ബേസ് ചെയ്ത് പോകുന്ന ഒരു സിനിമയല്ല, ഇതൊരു ഇൻസിഡൻറ്റ് ബേസ് ചെയ്ത് പോകുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഒരുപാട് ഇൻസിഡൻറ്റുകൾ ഇങ്ങനെ ഈ സിനിമയിൽ ചുറ്റിപ്പറ്റി കിടക്കുന്നുണ്ട്. കഥയായിട്ട് പറഞ്ഞാൽ അത് ശരിയാവില്ല, സ്പോയിലറായി പോകും. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഒരു ഫാമിലി ഡ്രാമയാണ് സിനിമ. മമ്മൂട്ടിയുടെ ശിവൻ എന്ന കഥാപാത്രം, ശിവനൊരു അനിയത്തിയുണ്ട്. ശിവൻ്റെ അനിയത്തിയായിട്ട് ചെയ്തിരിക്കുന്നത് ഉർവശിയാണ്. ഉർവശിയുടെ പെർഫോമൻസ് ഈ സിനിമയിൽ എടുത്തു പറയേണ്ടതാണ്. അതേസമയം തന്നെ മോഹൻലാലിൻ്റെ ഭദ്രൻ എന്ന കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ ഒരു ചേച്ചിയാണുള്ളത്. അത് സീമ ചെയ്തിരിക്കുന്ന ക്യാരക്ടറാണ്. സീമയുടെ ക്യാരക്ടറിന് ഒത്തിരി സ്പേസ് ഇല്ല, എങ്കിൽ പോലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. സീമയാണ് ശരിക്കും മമ്മൂട്ടിയുടെ പേരായിട്ട് ഈ സിനിമയിൽ വരുന്നത്. പക്ഷേ അവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കും. സീമയുടെ മൂത്ത ചേട്ടനാണ് ചെല്ലണ്ണൻ എന്ന കഥാപാത്രം. അപ്പോൾ ഈ ക്യാരക്ടേഴ്സൊക്കെ തമ്മിലുള്ള ചില കോൺഫ്ലിക്റ്റുകളും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് സിനിമയിൽ കാണിക്കുന്നത്. അല്ലാണ്ട് സിനിമയുടെ ബേസിക് പ്ലോട്ട് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഇതൊരു ഗ്രാമീണ കഥയാണ്. ഒരുപാട് ലെയറുകളുണ്ട് ഈ സിനിമയ്ക്ക്. ബാക്കി കഥാപാത്രങ്ങളെന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ, വിൻസെന്റ്, ക്യാപ്റ്റൻ രാജു, മണിയമ്പിള്ള രാജു, ലാലു അലക്സ്, കവിയൂർ പൊന്നമ്മ, സുകുമാരി, വത്സല മേനോൻ, കുണ്ടറ ജോണി എന്നിങ്ങനെ ഒരുപാട് താരനിരകൾ ഈ സിനിമയിലുണ്ട്. സിനിമ കണ്ടറിയാം, അന്നത്തെ കാലഘട്ടത്തിലൊരു വലിയ ക്യാൻവാസിൽ പറഞ്ഞ സിനിമയാണ് ശരിക്കും കരിമ്പിൻ പൂവിനക്കരെ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ അണിയറയിലേക്ക് വന്നാൽ സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത് ശ്യാമാണ്. സിനിമയുടെ ഛായാഗ്രഹണം കൈകാര്യം ചെയ്തിരിക്കുന്നത് NA താര. ചിത്ര സംയോജനം കൈകാര്യം ചെയ്തിരിക്കുന്നത് K നാരായണൻ. അപ്പോൾ സിനിമ കാണാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന സിനിമയായതുകൊണ്ടും സിനിമ നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഈ സിനിമ ഒരു പത്മരാജൻ സിനിമയായിട്ട് എനിക്ക് തോന്നുകയില്ല. പത്മരാജൻ എഴുതിയ ഒരു സിനിമയായിട്ടൊരു യാതൊരു ബന്ധമില്ലാത്തൊരു സിനിമയാണ്. കുറച്ചുകൂടെയൊക്കെ ആക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ആക്ഷൻ സിനിമകൾ പത്മരാജന് പറ്റില്ലെന്നല്ല, പക്ഷേ എങ്കിൽ പോലും ഈ സിനിമയുടെ ഒരു എസൻസ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അതൊരു IV ശശി സിനിമയാണെന്ന്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു പത്മരാജൻ പടമായിട്ട് ഞാൻ വരുന്നതായിരിക്കും.